നമ്മളിന്ന് പഠിക്കാൻ പോകുന്നൊരു ഓൾഡ് SCERT ചാപ്റ്ററാണ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 10ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ജനാധിപത്യവും അവകാശങ്ങളും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിനു വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത്. ഇത് നേടിയെടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാവും. നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ്. ദക്ഷിണാഫ്രിക്കയിലെ ജനാധിപത്യ വിരുദ്ധ ഭരണകൂടത്തിനെതിരെ സമരം നയിച്ച നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ് നമ്മൾ വായിച്ചത്. ഏത് തരം രാഷ്ട്രത്തിനു വേണ്ടിയാണ് മണ്ടേല പടപൊരുതിയത്? എല്ലാവരെയും തുല്യരായി പരിഗണിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. എന്താണ് ജനാധിപത്യമെന്ന് മുൻ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയല്ലോ. ജനാധിപത്യ വിരുദ്ധ ഗവൺമെൻറ്റുകൾ എവിടെയൊക്കെ നിലനിന്നോ അവിടെയൊക്കെ ജനാധിപത്യ പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ജനാധിപത്യ ഭരണക്രമത്തിനു വേണ്ടി നടന്ന സമരങ്ങളിൽ ശ്രദ്ധേയമായ ഒരു ഉദാഹരണം താഴെ തന്നിരിക്കുന്നു. അതിന് എക്സാമ്പിളാണ്, നമ്മുടെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം. ഇനി നോക്കുക, നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോമി ഗ്രാമത്തിൽ കസോസ ഗോത്ര വിഭാഗത്തിൽ 1918 ജൂലൈ 18 ജനിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ നീഗ്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടി പോരാടി. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻനിര പോരാളിയായിരുന്നു അദ്ദേഹം. രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കപ്പെട്ട അദ്ദേഹത്തിന് 26 വർഷവും 7 മാസവും 10 ദിവസവും ജയിലിൽ കിടക്കേണ്ടി വന്നു. 1990 ഫെബ്രുവരി 11 ജയിൽ മോചിതനായ അദ്ദേഹം 1994 മെയ് 10 ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായി. 2013 ഡിസംബർ 5 95 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വലിയ സ്വീകാര്യത ലഭിക്കുമ്പോൾ തന്നെ വിവിധ രാജ്യങ്ങളിൽ ജനാധിപത്യേതര ഗവൺമെൻറ്റുകൾ നിലനിൽക്കുന്നു. എന്തെല്ലാം സവിശേഷതകളാണ് ജനാധിപത്യ ഗവൺമെൻറ്റുകളെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്? എന്തൊക്കെ ഭരണക്രമങ്ങളാണ് ലോകത്ത് നിലനിൽക്കുന്നത്? കുറേ പത്ര കട്ടിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. ഭൂട്ടാൻ രാജാവ് 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തലസ്ഥാനത്തെത്തും. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് പകരം സംവിധാനം നീതി ആയോഗ് പ്രധാനമന്ത്രി. മ്യാൻമറിൽ പട്ടാള ഭരണകൂടത്തിനെതിരെ ജനാധിപത്യവാദികൾ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ബ്രൂണൈ സുൽത്താൻ തൻ്റെ പിൻഗാമിയെ ഇന്ന് പ്രഖ്യാപിക്കും. വാർത്തകളിൽ നൽകിയിരിക്കുന്ന രാജ്യങ്ങളെയും അവിടെ നിലനിൽക്കുന്ന ഗവൺമെൻറ്റുകളെ നമുക്ക് താഴെ പറയും പ്രകാരം ക്രമീകരിക്കാം. ഭൂട്ടാനിൽ ഭരണഘടനാപരമായ രാജവാഴ്ചയാണ്. ഇന്ത്യയിൽ ജനാധിപത്യം. ബ്രൂണൈയിൽ സുൽത്താൻ ഭരണമാണ്. മ്യാൻമറിൽ പട്ടാള ഭരണമാണ്. മേൽ സൂചിപ്പിച്ച ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്? ഭൂട്ടാൻ രാജാവും ബ്രൂണൈ സുൽത്താനും പിന്തുടർച്ച അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വരുന്നവരാണ്. ഇവ ജനാധിപത്യേതര ഗവൺമെൻറ്റുകൾക്ക് ഒരു ഉദാഹരണമാണ്. പട്ടാള ഭരണവും ജനാധിപത്യേതര ഗവൺമെൻറ്റുകളിൽ പെടുന്നു. ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യേതര ഭരണവ്യവസ്ഥ. ഇന്ത്യയിൽ ജനാധിപത്യ ഭരണക്രമമാണുള്ളതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമത്തെ ജനാധിപത്യ ഗവൺമെൻറ് എന്ന് പറയുന്നു. ജനാധിപത്യ ഗവൺമെൻറ്റുകളുടെയും ജനാധിപത്യേതര ഗവൺമെൻറ്റുകളുടെയും സവിശേഷതകൾ പട്ടികയിൽ നിന്നും മനസ്സിലാക്കാനെന്നാണ് പറയുന്നത്. ജനാധിപത്യ ഗവൺമെൻറ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമായിരിക്കും. ജനാധിപത്യേതര ഗവൺമെൻറ്റിലോ അധികാരം പരമ്പരാഗതമായി കൈമാറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നു. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായി ഉറപ്പു നൽകുന്നതാണ് ജനാധിപത്യ ഗവൺമെൻറ്. ജനാധിപത്യേതര ഗവൺമെൻറ്റിൽ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ്. പിന്നെ ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നതാണ് ജനാധിപത്യ ഗവൺമെൻറ്. ഭരണാധികാരി നിയമത്തിന് അതീതരാണ്, കാരണം അവർ തീരുമാനിക്കുന്നതാണ് നിയമം. അതാണ് ജനാധിപത്യേതര ഗവൺമെൻറ്. ജനാധിപത്യ ഗവൺമെൻറ്റുകളുടെയും
പത്യേതര ഗവൺമെൻറ്റുകളുടെയും സവിശേഷതകൾ മനസ്സിലാക്കിയല്ലോ. ലോകത്ത് ഭൂരിഭാഗം രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് ജനാധിപത്യ ഭരണക്രമമാണ്. മറ്റുള്ള സമ്പ്രദായങ്ങളെ അപേക്ഷിച്ച് അതിനുള്ള മേന്മകളാണ് ഇതിന് കാരണം. ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? ജനാഭിലാഷം മാനിക്കുന്നു, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്, ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയാണ്? ജനാഭിലാഷം മാനിക്കുന്നു, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടുന്നു, ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്, ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ജനാധിപത്യേതര ഗവൺമെൻറ്റുകൾ പരിചയപ്പെട്ടല്ലോ. അത് ശരിയും തെറ്റും ഏതാണെന്നുള്ള അടയാളപ്പെടുത്താനെന്നാണ്. ഇനി ജനാധിപത്യ ഗവൺമെൻറ്റുകളെ ഇതര ഗവൺമെൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം അവ ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ്. പൗരന്മാർക്ക് ജനാധിപത്യ ജീവിതം സാധ്യമാക്കണമെങ്കിൽ പൗരാവകാശങ്ങൾ നിലനിൽക്കണം. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നമുക്ക് ലഭ്യമായ ഏതാനും അവകാശങ്ങളിൽ ചിലത് താഴെ കൊടുത്തിരിക്കുന്നു. ജീവിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം. ഈ അവകാശങ്ങൾ എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? ജനാധിപത്യ രാജ്യങ്ങളിൽ മാത്രമാണ് അവകാശങ്ങൾ ഫലപ്രദമായി സംരക്ഷിക്കപ്പെടുക. സ്പെയിനിൽ യാത്രയിൽ നിന്നും ഗിത്താർ പഠിക്കുന്നതിൽ നിന്നും എൻ്റെ സ്വപ്നങ്ങൾ മാറിയിരിക്കുന്നു. ജീവനോടെ ഇരുന്നാൽ മതി. അധിനിവേശമില്ലാതെ സ്വതന്ത്രരായി സമാധാനത്തോടെ ജീവിക്കുന്ന എങ്ങനെയാകും? ഞാൻ ഒരിക്കലും അതറിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് മനോഹരമാണോ അത്? ബാല്യകാലം മുതൽ യുദ്ധഭൂമിയിൽ ജീവിക്കേണ്ടി വന്ന 16-കാരിയായ പാലസ്തീൻ പെൺകുട്ടിയുടെ വാക്കുകളാണിത്. സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത വിധം യുദ്ധം ഫറാഖ് ബക്കറിൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തു. ഇതുപോലെ സ്വാതന്ത്ര്യം, സമാധാനം, അവകാശങ്ങൾ എന്നീ പദങ്ങളുടെ അർത്ഥം എന്തെന്നറിയാതെ ധാരാളം പേർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. എന്താണ് അവകാശം? ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തൻ്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിനും സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥയാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. അവകാശ സംരക്ഷണത്തിന് ആവശ്യമായ നടപടികൾ എല്ലാ രാജ്യങ്ങളിലെയും ഗവൺമെൻറ്റുകൾ സ്വീകരിക്കാറുണ്ട്. ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. ഇന്ത്യയുടെ അവകാശ പത്രിക മൗലിക അവകാശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. ഇന്ത്യയിൽ അത് എന്താണ്? മൗലിക അവകാശങ്ങൾ. മനുഷ്യാവകാശങ്ങൾ നമുക്ക് കുറേ കൊളാഷാണ് കൊടുത്തേക്കുന്നത്. അവകാശ നിഷേധങ്ങൾക്കിടയായ ചില സാഹചര്യങ്ങളും അവ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളുമാണ് കോളാഷിൽ പ്രതിപാദിക്കുന്നത്. അവകാശ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. ആധുനിക കാലത്ത് അവകാശങ്ങളെ പൊതുവെ മനുഷ്യാവകാശങ്ങൾ എന്ന നിലയ്ക്കാണ് വിലയിരുത്തപ്പെടുന്നത്. മനുഷ്യ വംശത്തിൻ്റെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. 1948 ഡിസംബർ 10 നിലവിൽ വന്ന സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില അവകാശങ്ങൾ നോക്കൂ. എന്നാണ് 1948 ഡിസംബർ 10 എന്താണ് സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം? എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു. പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു. അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ്. ഇതായിരുന്നു സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ചില അവകാശങ്ങൾ എന്തൊക്കെയാണ്? ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലവകാശം, പിന്നെ സാംസ്കാരികവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം. മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളുടെയും രൂപീകരണം. ജീവിക്കാനുള്ള അവകാശം എന്നാൽ അന്തസ്സോടെ ഉള്ള ജീവിതം എന്നാണ് അർത്ഥമാക്കുന്നത്. ശുദ്ധവായു, ശുദ്ധജലം, മതിയായ പോഷകാഹാരം എന്നിവയൊക്കെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ദേശീയ തലത്തിൽ കൈക്കൊണ്ട പ്രധാന നടപടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണം. 1993 പാർലമെൻറ്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് കമ്മീഷൻ രൂപം നൽകിയത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ
5 അംഗങ്ങൾ ഉണ്ടാകും. റിട്ടയർ ചെയ്ത ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും കമ്മീഷൻ്റെ ചെയർമാൻ. ഫുൾ ടൈം മെമ്പേഴ്സ് 5 പേരുണ്ടായിരിക്കും. റിട്ടയർ ചെയ്ത ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരുന്നു ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ. ചുമതലകൾ എന്തൊക്കെയാണ്? മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്തുക, ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സാഹചര്യം പഠിച്ച് ശുപാർശകൾ നൽകുക, മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിക്കുക. ഇതിൽ നമ്മൾ പറഞ്ഞ മൊത്തം 5 അംഗങ്ങളെന്നാണ് പറഞ്ഞത്. ഇത് അന്നത്തെ ടെക്സ്റ്റ് ബുക്കായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ്? ഒരു ചെയർമാനും 5 അംഗങ്ങളെ, അത് പിന്നെ സ്ഥിരം ഫുൾ ടൈം ആയിട്ടുള്ള മെമ്പേഴ്സാണ് 5, പിന്നെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് 7 പേരുമാണ് നിലവിലെത്തത്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നോക്കാം. എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ രൂപം നൽകിയിട്ടുണ്ട്. 1998 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. ഇതിൽ ചെയർമാൻ ഉൾപ്പെടെ 3 പേരാണ് വേണ്ടത്. ചെയർമാനും 2 അംഗങ്ങളുമാണ്. ഒരു ചെയർമാനും 2 അംഗങ്ങളും അടങ്ങിയതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതലകൾ തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുള്ളത്. മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. ഇനി കുട്ടികളുടെ അവകാശങ്ങൾ നോക്കിക്കേ. പേരിനും ദേശീയതയ്ക്കും എനിക്ക് അവകാശമുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം എൻ്റെ അവകാശമാണ്. പഠിക്കാൻ എനിക്ക് അവകാശമുണ്ട്. ബാലവേലയിൽ നിന്ന് സംരക്ഷണം എൻ്റെ അവകാശമാണ്. നോക്കൂ, കുട്ടികളുടെ ഏതാനും അവകാശങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് സവിശേഷമായ അവകാശങ്ങൾ ആവശ്യമാകുന്നത്? എന്തൊക്കെയാണ് കുട്ടികളുടെ അവകാശങ്ങൾ? ബാല്യത്തിൻ്റെ ശാരീരികവും മാനസികവുമായ അവസ്ഥ കുട്ടികളെ സവിശേഷ പരിഗണന അർഹിക്കുന്നവരാക്കുന്നു. അതിനാൽ കുട്ടികളുടെ അവകാശ സംരക്ഷണം വളരെ പ്രധാനമാണ്. വിദ്യാഭ്യാസം കുട്ടികളുടെ പ്രധാന അവകാശമാണ്. 2009 പാർലമെന്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം RTE ആക്ട് എന്നാണ്. 2009 RTE ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ 2009. ഇത് അവകാശം ഇതിൽ എടുത്തു പറയുന്നുണ്ട്. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഇത് ഉറപ്പു നൽകുന്നു. പഠനാനുകൂല അന്തരീക്ഷവും അടിസ്ഥാന സൗകര്യങ്ങളും കുട്ടികളുടെ അവകാശമാണ്. പഠിക്കാനുള്ള അവകാശം കുട്ടികളുടെ അവകാശമാണെന്ന് മനസ്സിലാക്കിയല്ലോ. കൂടുതൽ അവകാശങ്ങൾ എന്തൊക്കെ? അതിജീവനത്തിനും സംരക്ഷണത്തിനും പൂർണ്ണ വികാസത്തിനുമുള്ള അവകാശം, മാനസികവും ശാരീരികവുമായ പീഡനങ്ങളിൽ നിന്നും സംരക്ഷണത്തിനും പരിചരണത്തിനുമുള്ള അവകാശം. കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നിലനിൽക്കുമ്പോൾ തന്നെ അവർ വിവിധ തരത്തിലുള്ള ചൂഷണങ്ങൾക്കും വിധേയരാകുന്നുണ്ട്. ഈ പിക്ചർ കണ്ടോ? കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ധാരാളം നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ രൂപീകരണം. കൈലാസ് സത്യാർത്ഥി നോക്കൂ, 2014 മലാലയോടൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്നു. മലാല യൂസഫ്സായി നോക്കൂ, ആരാണ്? പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പോരാടിയതിന് 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. കുട്ടികളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ ബാലാവകാശ കമ്മീഷനെ സമീപിക്കാനും പരാതിപ്പെടാനും അവകാശമുണ്ട്. ഇനി സ്ത്രീകളുടെ അവകാശങ്ങൾ. സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായി 1979 സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുകയുണ്ടായി. 1979 നോക്ക്, അവർക്ക് എന്തൊക്കെ അവകാശങ്ങളാണുള്ളത്? തുല്യ ജോലിക്ക് തുല്യ വേതനം, രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹ്യ മേഖലയിൽ തുല്യ പരിഗണന, സ്കോളർഷിപ്പുകൾ, പഠന സഹായങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിൽ തുല്യ അവകാശം. എല്ലാ നിലയിലും പുരുഷന് തുല്യമായ പരിഗണന സ്ത്രീയുടെ അവകാശമാണ്. സ്ത്രീകളുടെ
അവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ ദേശീയ വനിതാ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷനുകളും പ്രവർത്തിക്കുന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, അവകാശ നിഷേധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ കമ്മീഷന് സമർപ്പിക്കാവുന്നതാണ്. പരാതികൾ അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ കമ്മീഷൻ കൈക്കൊള്ളുന്നു. ഇനി അവകാശങ്ങളും കടമകളും. അവകാശങ്ങൾ മാത്രമാണോ നമുക്കുള്ളത്? ഓരോ അവകാശത്തിനും അനുസൃതമായി കടമകളും നമുക്കുണ്ട്. നോക്കുക, അവകാശങ്ങൾ എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യം എൻ്റെ അവകാശം. കുട്ടി എന്ന നിലയിൽ സംരക്ഷണം എൻ്റെ അവകാശമാണ്. വാർദ്ധക്യത്തിൽ സംരക്ഷണം മാതാപിതാക്കളുടെ അവകാശമാണ്. വിദ്യാഭ്യാസവും അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും എൻ്റെ അവകാശമാണ്. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് പരിഹരിച്ച് കിട്ടാൻ എനിക്ക് അവകാശമുണ്ട്. കടമകൾ എന്തൊക്കെയാണ് വേണ്ടത്? ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കും നൽകുക എന്നത് എൻ്റെ കടമയാണ്. എന്നെ സംരക്ഷിക്കുക മാതാപിതാക്കളുടെ കടമയാണ്. വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത് എൻ്റെ കടമയാണ്. സ്കൂൾ നിയമങ്ങൾ അനുസരിക്കുക എന്നത് എൻ്റെ കടമയാണ്. രാഷ്ട്ര സേവനവും സമൂഹ സേവനവും എൻ്റെ കടമയാണ്. ഏതാനും അവകാശങ്ങളും അതിനനുസൃതമായ ചില കടമകളുമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. കടമകളില്ലാതെ അവകാശങ്ങൾ നിലനിൽക്കുകയില്ല. അപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുന്നത് ജനാധിപത്യ ഗവൺമെൻറ് ഉണ്ട്, ജനാധിപത്യേതര ഗവൺമെൻറ് ഉണ്ട്. ജനാധിപത്യ ഗവൺമെൻറ് ആണെങ്കിൽ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു. ജനാധിപത്യേതര ഗവൺമെൻറ്റിൽ അവകാശങ്ങൾ വളരെ പരിമിതമാണ്. ഇനി ആ അവകാശങ്ങൾ തന്നെ മനുഷ്യാവകാശങ്ങളുണ്ട്, കുട്ടികളുടെ അവകാശങ്ങളുണ്ട്, സ്ത്രീകളുടെ അവകാശങ്ങളുണ്ട്. ഇത്രയാണ് ഈ ചാപ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ചെറിയൊരു ചാപ്റ്ററായിരുന്നേ. പഴയ SCERT ആണ്. നമ്മൾ പുതിയ SCERT നോക്കുന്നതോടൊപ്പം പഴയ SCERTയും കൂടെ ഒന്ന് റെഫർ ചെയ്യണം. താങ്ക് യു.